നമസ്കാരം. ബി.ജെ.പി വരും, എല്ലാം ശരിയാവും. ബി.ജെ.പി ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൊടുത്ത ഒരു ബി.ജെ.പി മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടായിരുന്നു അത്. ഇപ്പൊ നമ്മള് കേരളത്തിന്റെ കാര്യത്തോട്ട് വരികയാണെങ്കിലും, കേരളത്തോട് കൂടെ ഇലക്ഷൻ നടന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും, ഇപ്പൊ വെസ്റ്റ് ബംഗാൾ, അതേപോലെ അസം, കേരളം, തമിഴ്നാട് പോലത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി മുമ്പോട്ട് വെച്ച ഒരു മുമ്പോട്ട് പോയി ബി.ജെ.പിക്ക് വെക്കാനുള്ള ഒരു അവരുടെ സ്ലോഗൻ എന്ന് പറയുന്നത് ഈ സാധനമായിരുന്നു. അപ്പം ബംഗാളിലെ കാര്യം നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടായി, ഒരു ഏകദേശം 15 വർഷത്തോളമായി ബംഗാൾ അടക്കി വാഴുന്നത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ഈ പറയുന്ന പോലെ ഒരു ഏകാധിപത്യ പ്രവണത എന്നും തൃണമൂൽ കോൺഗ്രസ് കാഴ്ചവെച്ചിട്ടുണ്ട് പലപ്പോഴും. ഇല്ല എന്ന് പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണത്. പക്ഷെ ഇപ്പം ഏറ്റവും കൂടുതൽ ബി.ജെ.പി പറയാറുള്ളത് ബി.ജെ.പി ആണ് സമാധാനത്തിന്റെ ഭക്തർ, സമാധാനത്തിന്റെ ദൂതർ ബി.ജെ.പി ആണെന്ന് പറയുമ്പോൾ പോലും ഇപ്പൊ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബി.ജെ.പിയുടെ എല്ലാ ഈ പറയപ്പെട്ട ബി.ജെ.പിയുടെ എല്ലാ ഐഡിയോളജിയും തകർത്തെറിഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഒരു ഏകാധിപത്യ പ്രവണതയിലോട്ട് ബി.ജെ.പിയും നീങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കേണ്ട ഒരു കാര്യം തന്നെ. കാരണം ഈ പറഞ്ഞ പോലെ ഇന്നലെ അഭിഷേക് ബാനർജിയെ ഇത് പറഞ്ഞ പോലെ തെരുവിലിട്ടെങ്ങാണ്ട് ബി.ജെ.പി ആക്രമിക്കുന്നതും പിന്നീട് തലക്കടിച്ച് വീഴുന്നതും, അതുപോലെ തന്നെ അഭിഷേക് ബാനർജി, അതേപോലെ തന്നെ കല്യാൺ ബാനർജി, തൃണമൂലിന്റെ പാർലമെന്റിലെ ഏറ്റവും വലിയ ശബ്ദമാണ് ഈ പറഞ്ഞ പോലെ കല്യാൺ ബാനർജിയൊക്കെ. അപ്പം അത്തരത്തിലുള്ള ബി.ജെ.പിയുടെ അല്ലെങ്കിൽ തൃണമൂലിന്റെ നേതാക്കന്മാരെ ബി.ജെ.പിയുടെ ഗുണ്ടകൾ പരസ്യമായി പൊതുരംഗത്തിട്ട് തല്ലുന്നു. അതോടുകൂടെ തന്നെ ഇതിനൊപ്പം നമ്മൾ കൂടി വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് വെസ്റ്റ് ബംഗാളിലെ സ്ത്രീകളും അല്ലെങ്കിൽ മറ്റ് യുവാക്കളടക്കം ആൾക്കാർ ചീഞ്ഞ മുട്ടടക്കം എടുത്തെങ്ങാണ്ട് ഇവർക്കെതിരെ എറിയുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ബി.ജെ.പി ബംഗാളിനെ കലാപകലുഷിത രംഗത്തേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി.ജെ.പി ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ബി.ജെ.പി മുമ്പോട്ട് വെക്കുന്ന എല്ലാ ഐഡിയോളജിയും ഹിന്ദുത്വ ഐഡിയോളജിയാണ്. ബംഗാൾ അങ്ങനെ പെട്ടെന്നൊരു ഹിന്ദു ഐഡിയോളജിയിലോട്ട് ചാടാത്ത ഒരു സംസ്ഥാനമായിരുന്നു. എന്നിരുന്നാൽ പോലും ഒന്നുമല്ലാത്ത ബി.ജെ.പി ഏകദേശം നമ്മൾ 2016 നോക്കുമ്പോൾ ബി.ജെ.പിക്ക് 3 സീറ്റ് മാത്രമേ ഉള്ളൂ ബംഗാളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് 2021 എത്തുമ്പോൾ ഏകദേശം 77 സീറ്റ് വാങ്ങാണ്ട് ബി.ജെ.പി അവിടുത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി വരുന്നു. കോൺഗ്രസിനെ പിന്തള്ളുന്നു. തൃണമൂലും ബി.ജെ.പിയും നേരിട്ട് ഇലക്ഷനിൽ ഏറ്റുമുട്ടുന്ന ഒരു പ്രക്രിയയിലോട്ട് പോകുന്നു. പിന്നീട് ഇങ്ങോട്ട് 2024 വന്നു കഴിഞ്ഞാൽ ബി ജെ പിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ഒരു കാഴ്ചപ്പാട്. അതിനിടയിലാണ് SIR വന്നതും ഏകദേശം 1 കോടിയോളം ആൾക്കാരുടെ വോട്ട് ബംഗാളിൽ നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെ അതിൽ ഏകദേശം 90 ലക്ഷം ആൾക്കാർ നേരിട്ട് പരാതിയിലോട്ട് പോകുന്നു. ഏകദേശം 36 ലക്ഷത്തോളം ആൾക്കാർ എല്ലാവിധ പ്രൂഫും അതേപോലെ അവരുടെ സർട്ടിഫിക്കറ്റ് സഹിതമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് പോലും ഏകദേശം 36 ലക്ഷത്തോളം പേരുടെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ ഏകദേശം മമതാ ബാനർജിയുടെ മണ്ഡലത്തിൽ മാത്രം ഭവാനിപൂരിൽ മാത്രം ഏകദേശം 30,000-ഓളം വോട്ട് വെട്ടിക്കുറക്കുന്നത് നമ്മൾ കണ്ടു. ഇതേ നിലപാട്, ഇതേ പ്രക്രിയ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ തോറ്റപ്പം അപ്പോൾ സെയിം സാധനമാണ് ഡൽഹിയിൽ ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളിൽ നടന്നതും. മമതാ ബാനർജിയുടെ മണ്ഡലത്തിൽ ഭവാനിപൂരിൽ മമതാ ബാനർജി തോൽക്കുകയും കൂടാതെ എന്താ പറയുക 10,000-ഓളം വോട്ട് CPM മറിച്ചു കൊടുത്തു എന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ട്. എന്തായാലും ഭവാനിപൂരിലടക്കം മമതാ ബാനർജി തോൽക്കുന്ന ഒരു പ്രക്രിയ കണ്ടു. അപ്പം ഈ തോൽവിക്കെല്ലാവർക്കും ശേഷം പിന്നീട് CPI അടക്കമുള്ള പല നേതാക്കന്മാർക്കും ഈവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും പറഞ്ഞത് ഇനി ബംഗാളിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കും എന്നുള്ള തരത്തിലായിരുന്നു. ഒരു പരിധിവരെ CPI പിന്നീട് പറഞ്ഞത് തങ്ങൾക്ക് ഇപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം മനസ്സമാധാനത്തോടു കൂടി ബംഗാളിന്റെ മണ്ണിൽ നടത്താൻ പറ്റുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്സ്മെന്റ് എല്ലാം CPM-ന്റെയും CPI-യുടെയും കാലത്തുനിന്ന് ബംഗാളിൽ കണ്ടതാണ്. ഇപ്പം ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ട് പരസ്യമായിട്ട് മമതാ ബാനർജിയുടെ MP-മാരെയും MLA-മാരെയും BJP ഗുണ്ടകൾ തെരുവുകൾ നേരിടുന്നു എന്നുള്ളൊരു കാര്യമാണ് മുമ്പോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും മമതാ ബാനർജിയും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസും നേരിട്ട പ്രശ്നങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്യും. പല കാര്യങ്ങളും ഇപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം ബംഗാളിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതും. അതേപോലെ തന്നെ ഇതെല്ലാം മമതാ ബാനർജിയുടെ ഒരു ഗിമ്മിക്കുകൾ മാത്രമാണോ എന്നുള്ളത്. കാരണം നമുക്കറിയാം 2019 ഇലക്ഷനിൽ മമതാ ബാനർജി ഇലക്ഷനെ നേരിട്ടത് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ആക്രമണം അഴിച്ചുവിടുന്ന ബംഗാളിൽ. അതിനുശേഷം ഒരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് മമതാ ബാനർജി എൻ്റയർ ക്യാമ്പയിനിങ് നടത്തുന്നത്. അപ്പം ഇത്തരത്തിൽ BJP എങ്ങനെയാണോ അടിക്കുന്നത് അത് മുൻകൂട്ടി കണ്ട് അത്തരത്തിലുള്ള പ്ലാൻ ഉണ്ടാക്കി ഇലക്ഷൻ നേരിടുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. എന്നാലും ഇലക്ഷൻ കഴിഞ്ഞു, പക്ഷെ മമതാ ബാനർജി ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇത് മമതാ ബാനർജിയുടെ ഗിമ്മിക്കാണോ അതല്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ബംഗാളിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും വരും ദിവസങ്ങൾ എന്തായാലും അറിയാൻ പറ്റും.